പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. ബാബയെ പോലെ നിഷ്കാമ സേവനം മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. ചോദ്യം: ന്യൂ വേൾഡ് സ്ഥാപിക്കുന്നതിൽ ബാബയ്ക്ക് ഏതൊരു പ്രയത്നം ചെയ്യേണ്ടി വരുന്നു? ഉത്തരം: പൂർണ്ണമായും അജാമിളിനെ പോലെയുള്ള പാപികളെ വീണ്ടും ലക്ഷ്മി നാരായണനെ പോലെ പൂജ്യ ദേവത ആക്കുന്നതിൻ്റെ പ്രയത്നം ബാബയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. ബാബ കുട്ടികളായ നിങ്ങളെ ദേവതയാക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യുന്നു. മറ്റെല്ലാ ആത്മാക്കളും തിരികെ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. ഓരോരുത്തർക്കും തൻ്റെ കണക്കുകൾ സമാപ്തമാക്കി യോഗ്യരായി തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. കുട്ടികൾക്കറിയാം, ഇത് പാപത്തിൻ്റെ ലോകമാണ്. പുതിയ ലോകമാണ് പുണ്യത്തിൻ്റെ ലോകം. അവിടെ പാപം ഉണ്ടായിരിക്കുന്നില്ല. അതാണ് രാമരാജ്യം. ഇതാണ് രാവണരാജ്യം. ഈ രാവണരാജ്യത്തിൽ എല്ലാവരും പതീതരും ദുഃഖിതരുമാണ്. അതിനാൽ വിളിക്കുന്നു, ഹേ പതീത പാവന, വന്ന് നമ്മളെ പാവനമാക്കൂ. എല്ലാ ധർമ്മത്തിലുള്ളവരും വിളിക്കുന്നു, ഓ ഗോഡ് ഫാദർ, വന്ന് നമ്മളെ ലിബറേറ്റ് ചെയ്യൂ, ഗൈഡാകൂ. അതിനർത്ഥം ബാബ എപ്പോഴാണ് വരുന്നത്, അപ്പോൾ മുഴുവൻ സൃഷ്ടിയിലും ഏതെല്ലാം ധർമ്മമുണ്ടോ സർവരെയും കൊണ്ടുപോകുന്നു. ഈ സമയം എല്ലാവരും രാവണ രാജ്യത്തിലാണ്. എല്ലാ ധർമ്മത്തിലുള്ളവരെയും തിരികെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. സർവ്വതിൻ്റെയും വിനാശം ഉണ്ടാവുക തന്നെ വേണം. ബാബ ഇവിടെ വന്ന് കുട്ടികളെ സുഖധാമത്തിന് യോഗ്യരാക്കുന്നു. എല്ലാവരുടെയും മംഗളം ചെയ്യുന്നു. അതിനാൽ ഒന്നിനെ തന്നെയാണ് സർവരുടെയും സദ്ഗതിദാതാവ്, സർവരുടെയും മംഗളം ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ശാന്തിധാമത്തിലേക്കും നിർവാണധാമത്തിലേക്കും പോകേണ്ടതുണ്ട്. അവിടെ എല്ലാ ആത്മാക്കളും ശാന്തിയിൽ ഇരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ രചയിതാവാണ്. ആ ഒന്ന് വന്ന് എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. അപ്പോൾ മഹിമയും ആ ഒരു ഗോഡ് ഫാദറിൻ്റേതാണ് ചെയ്യേണ്ടത്. ആരാണോ വന്ന് സർവരുടെയും സേവനം ചെയ്യുന്നത്, ആ ഒന്നിനെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബ സ്വയം മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ദൂരദേശമായ പരംധാമത്തിൽ വസിക്കുന്നവനാകുന്നു. ഏറ്റവും ആദ്യം ഏതൊരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണോ ഉണ്ടായിരുന്നത്, അതില്ല. അതിനാൽ എന്നെ വിളിക്കുന്നു. ഞാൻ വന്ന് എല്ലാ കുട്ടികളെയും തിരികെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഹിന്ദു എന്നത് ഒരു ധർമ്മമല്ല, വാസ്തവത്തിൽ ദേവീ ദേവതാ ധർമ്മമാണ്. എന്നാൽ പവിത്രം അല്ലാത്തത് കാരണം സ്വയം തങ്ങളെ ദേവത എന്നതിനു പകരം ഹിന്ദു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹിന്ദു ധർമ്മം സ്ഥാപിക്കുന്ന ആരുമില്ല. ഗീത തന്നെയാണ് സർവശാസ്ത്ര ശിരോമണി. അത് ഭഗവാനാൽ പാടപ്പെട്ടതാണ്. ഒരേ ഒരു ഭഗവാനെ തന്നെയാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനെ അഥവാ ലക്ഷ്മി നാരായണനെ ഗോഡ് ഫാദർ എന്നോ പതീത പാവൻ എന്നോ പറയില്ല. ഇത് രാജാവും റാണിയുമാണ്. അവരെ ഇങ്ങനെ ആക്കിയതാരാണ്? ബാബ. ബാബ ആദ്യം പുതിയ ലോകം രചിക്കുന്നു. ഇവർ ഇതിൻ്റെ അധികാരിയാകുന്നു. എങ്ങനെയായി ഇത് ഒരു മനുഷ്യനും അറിയുന്നില്ല. വലിയ വലിയ ലക്ഷപതികൾ ക്ഷേത്രവും മറ്റും നിർമ്മിക്കുന്നു. അവരോട് ചോദിക്കണം, ഇവർ ഈ വിശ്വത്തിൻ്റെ രാജ്യം എങ്ങനെ നേടി, എങ്ങനെ അധികാരിയായി? ഒരിക്കലും ആർക്കും പറയുവാൻ സാധിക്കില്ല. ഇത്രയും ഫലം നേടാൻ തക്കവണ്ണം എന്ത് കർമ്മം ചെയ്തു? ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തൻ്റെ ധർമ്മത്തെ മറന്നുപോയി. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തെ അറിയാത്തത് കാരണം എല്ലാവരും മറ്റ് ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായിരിക്കുന്നു. അവർ പിന്നെ അവരവരുടെ ധർമ്മത്തിലേക്ക് റിട്ടേൺ ആകും. ആരാണോ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേത്, അവർ പിന്നെ തൻ്റെ ധർമ്മത്തിലേക്ക് തന്നെ വന്നു ചേരും. ക്രിസ്ത്യൻ ധർമ്മത്തിലേത് ആയിരിക്കുമെങ്കിൽ വീണ്ടും ക്രിസ്ത്യൻ ധർമ്മത്തിലേക്ക് വരും.
ഈ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സാപ്ലിംഗ് നട്ടുകൊണ്ടിരിക്കുന്നു. ആരെല്ലാം ഏത് ധർമ്മത്തിലേതാണോ അവർക്ക് അവരവരുടെ ധർമ്മത്തിലേക്ക് വരേണ്ടി വരും. ഇത് വൃക്ഷമാണ്. ഇതിന് 3 ട്യൂബ്സ് ഉണ്ട്. പിന്നെ അതിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റാർക്കും ഈ നോളജ് നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ധർമ്മത്തിലേക്ക് വരൂ. ചിലർ പറയുന്നു, ഞാൻ സന്യാസ ധർമ്മത്തിലേക്ക് പോകുന്നു. രാമകൃഷ്ണ പരമഹംസർ സന്യാസിയുടെ ഫോളോവറാണ്. ഇപ്പോൾ അവർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. ഗൃഹസ്ഥ മാർഗത്തിലുള്ളവർക്ക് നിവൃത്തി മാർഗത്തിലുള്ളവരുടെ ഫോളോവേഴ്സ് എങ്ങനെ ആകുവാൻ സാധിക്കും? നിങ്ങൾ ആദ്യം പ്രവൃത്തി മാർഗത്തിൽ പവിത്രമായിരുന്നു. പിന്നെ രാവണനിലൂടെ നിങ്ങൾ അപവിത്രമായി. ഈ കാര്യങ്ങൾ ബാബ മനസ്സിലാക്കിക്കുന്നു. നിങ്ങൾ ഗൃഹസ്ഥ ആശ്രമത്തിലേതാണ്. ഭക്തിയും നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. ബാബ വന്ന് ഭക്തിയുടെ ഫലമായ സദ്ഗതി നൽകുന്നു. റിലീജിയൻ ഈസ് മൈറ്റ് എന്ന് പറയുന്നു. ബാബ റിലീജിയൻ സ്ഥാപിക്കുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. ബാബയിൽ നിന്നും നിങ്ങൾക്ക് എത്ര മൈറ്റ് ലഭിക്കുന്നു? ഒരു സർവശക്തിമാനായ ബാബ തന്നെയാണ് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. മറ്റാർക്കും സദ്ഗതി നൽകാൻ സാധിക്കില്ല, നേടുവാനും സാധിക്കില്ല. ഇവിടെ തന്നെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ ആർക്കും പോകാൻ സാധിക്കുന്നില്ല. ബാബു പറയുന്നു, ഞാൻ എല്ലാ ധർമ്മങ്ങളുടെയും സർവൻ്റാണ്. സർവർക്കും വന്ന് സദ്ഗതി നൽകുന്നു. സദ്ഗതി എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. മുക്തി ശാന്തിധാമത്തിലാണ്. അപ്പോൾ ഏറ്റവും വലുത് ആരായി? ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, നിങ്ങൾ ഏവരും ബ്രദേഴ്സാണ്. എല്ലാവർക്കും ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. എല്ലാവരെയും വന്ന് അവരവരുടെ സെക്ഷനിൽ അയക്കുന്നതിന് യോഗ്യമാക്കുന്നു. യോഗ്യം ആകുന്നില്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. കണക്കുകൾ സമാപ്തമാക്കിയ ശേഷം തിരികെ പോകുന്നു. അതാണ് ശാന്തിധാമം, മറ്റതാണ് സുഖധാമം. ബാബ പറയുന്നു, ഞാൻ വന്ന് ന്യൂ വേൾഡ് സ്ഥാപിക്കുന്നു. ഇതിൽ പ്രയത്നിക്കേണ്ടി വരുന്നു. പൂർണ്ണമായും അജാമിളിനെ പോലെയുള്ള പാപികളെ വന്ന് ഇങ്ങനെയുള്ള ദേവീ ദേവതയാക്കുന്നു. എപ്പോൾ മുതൽ നിങ്ങൾ വാമമാർഗത്തിലേക്ക് പോയോ അപ്പോൾ പടികൾ താഴെ ഇറങ്ങി വന്നു. ഈ 84 ജന്മങ്ങളുടെ പടി തന്നെയാണ് താഴെ ഇറങ്ങുന്നതിൻ്റേത്. സതോ പ്രധാനത്തിൽ നിന്നും സതോ രജോ തമോ. ഇപ്പോൾ ഇത് സംഗമമാണ്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ ഒരു തവണയാണ്. ഞാൻ ഇബ്രാഹിമിൻ്റെയോ ബുദ്ധൻ്റെയോ ശരീരത്തിൽ വരുന്നില്ല. ഞാൻ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ പറയുന്നു, ഫോളോ ഫാദർ. ബാബ പറയുന്നു, നിങ്ങൾ എല്ലാ ആത്മാക്കൾക്കും എന്നെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം യോഗ അഗ്നിയിൽ ഭസ്മമാകും. ഇതിനെ പറയുന്നത് യോഗ അഗ്നി എന്നാണ്. നിങ്ങളാണ് സത്യസത്യമായ ബ്രാഹ്മണർ. നിങ്ങൾ കാമചിതയിൽ നിന്നും ഇറങ്ങി ജ്ഞാനചിതയിൽ ഇരിക്കുന്നു. ഇത് ഒരേ ഒരു ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ക്രൈസ്റ്റ്, ബുദ്ധൻ തുടങ്ങിയവരെല്ലാം ഒന്നിനെ ഓർമ്മിക്കുന്നു. എന്നാൽ ആ ഒന്നിനെ യഥാർത്ഥമായി ആരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ആസ്തികരായിരിക്കുന്നു. രചയിതാവിനെയും രചനയെയും നിങ്ങൾ ബാബയിലൂടെ അറിഞ്ഞു. ഋഷിമുനിമാരെല്ലാം നേത്തി നേത്തി എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അറിയുന്നില്ല എന്ന്. സ്വർഗം സത്യഖണ്ഡമാണ്. ദുഃഖത്തിൻ്റെ നാമമേയില്ല. ഇവിടെ എത്ര ദുഃഖമാണുള്ളത്. ആയുസ്സും വളരെ ചെറുതാണ്. ദേവതമാരുടെ ആയുസ് എത്ര വലുതാണ്. അവർ പവിത്ര യോഗിയാണ്. ഇവിടെ അപവിത്ര ഭോഗിയാണ്. പടികൾ ഇറങ്ങി ഇറങ്ങി ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അകാല മൃത്യുവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബ നിങ്ങളെ 21 ജന്മത്തേക്ക് ഒരിക്കലും രോഗി ആകാത്തവരാക്കി മാറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പിതാവിൽ നിന്നും സമ്പത്ത് നേടേണ്ടതാണ്. ആത്മാവിന് എത്ര വിവേകശാലി ആകേണ്ടതുണ്ട്. അവിടെ ഒരു ദുഃഖവും ഉണ്ടായിരിക്കാത്ത തരത്തിലുള്ള സമ്പത്ത് ബാബ നൽകുന്നു. നിങ്ങളുടെ കരച്ചിലും നിലവിളിയും അവസാനിക്കുന്നു. എല്ലാവരും പാർട്ട്ധാരികളാണ്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഇതും ഡ്രാമയാണ്.
ബാബ കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ഗതിയും മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും പാടപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും തന്നെയാണ് ബ്രാഹ്മണരുടേത്. ഇപ്പോൾ നിങ്ങളുടെ പകൽ ആകാൻ പോകുന്നു. മഹാശിവരാത്രി എന്ന് പറയുന്നു. ഇപ്പോൾ ഭക്തിയുടെ രാത്രി പൂർത്തിയായി ജ്ഞാനത്തിൻ്റെ ഉദയമുണ്ടാകുന്നു. ഇപ്പോൾ സംഗമമാണ്. നിങ്ങളിപ്പോൾ വീണ്ടും സ്വർഗവാസി ആയിക്കൊണ്ടിരിക്കുന്നു. അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ തിക്കും തിരക്കും കൊണ്ടു നെറ്റിയും തേച്ചു പൈസയും ഇല്ലാതാക്കി. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നതിനായി. നിങ്ങൾ സുഖധാമത്തിൽ വസിക്കുന്നവരായിരുന്നു. 84 ജന്മങ്ങൾക്ക് ശേഷം ദുഃഖധാമത്തിൽ വന്നിരിക്കുകയാണ്. പിന്നെ വിളിക്കുന്നു, ബാബ വരൂ ഈ പഴയ ലോകത്തിൽ. ഇത് നിങ്ങളുടെ ലോകമല്ല. നിങ്ങളിപ്പോൾ യോഗബലത്തിലൂടെ തൻ്റെ ലോകം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഡബിൾ അഹിംസകരാകേണ്ടതുണ്ട്. കാമകഠാര പ്രയോഗിക്കുകയും അരുത്, അടിവഴക്കുകൾ കൂടുകയും അരുത്. ബാബ പറയുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. ഈ കൽപ്പം 5000 വർഷത്തിൻ്റേതാണ്, ലക്ഷക്കണക്കിന് വർഷത്തിൻ്റേതല്ല. അഥവാ ലക്ഷക്കണക്കിന് വർഷത്തിൻ്റേതായിരുന്നെങ്കിൽ ഇവിടെ വളരെയധികം ജനസംഖ്യ ഉണ്ടായിരുന്നേനെ. കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. എനിക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. പാർട്ടില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിലാണ്. കൃത്യസമയത്ത് വരുന്നു. മന്മനാഭവ. എന്നാൽ ഇതിൻ്റെ അർത്ഥം ആരും അറിയുന്നില്ല. ബാബ പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ എല്ലാവരും പാവനമായി മാറും. കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്. ഇങ്ങനെയുള്ള മറ്റൊരു വിദ്യാലയം ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇവിടെ ഈശ്വരനാകുന്ന പിതാവ് വന്ന് മുഴുവൻ വിശ്വത്തെയും ചേഞ്ച് ചെയ്യുന്നു. ഹെല്ലിൽ നിന്നും ഹെവനാക്കി മാറ്റുന്നു. അതിന്മേൽ നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. ഇതാണ് ബാബയുടെ ഭാഗ്യശാലി രഥം. ഇതിൽ ബാബ വന്ന് പ്രവേശിക്കുന്നു. ശിവജയന്തിയെക്കുറിച്ച് ആരും അറിയുന്നില്ല. അവർ പറയുന്നു, പരമാത്മാവ് നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്. നാമരൂപത്തിൽ നിന്നും വേറിട്ട ഒരു വസ്തുവും ഇല്ല. ഇത് ആകാശമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് നാമമായല്ലോ. പോളാറാണ് എങ്കിൽ തന്നെയും പേരുണ്ട്. അപ്പോൾ ബാബയ്ക്കും നാമമുണ്ട്, മംഗളകാരി. പിന്നെ ഭക്തിമാർഗത്തിൽ വളരെയധികം നാമങ്ങൾ വെച്ചിരിക്കുന്നു. ബാബുരിനാഥ് എന്നും പറയുന്നു. ആ ഒന്നും വന്ന് കാമകഠാരയിൽ നിന്നും മോചിപ്പിച്ച് പാവനമാക്കുന്നു. നിവൃത്തി മാർഗത്തിലുള്ളവർ ബ്രഹ്മത്തെ തന്നെയാണ് പരമാത്മാവായി മാനിക്കുന്നത്. അതിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ബ്രഹ്മയോഗി, തത്വയോഗി എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അത് വസിക്കുന്നതിൻ്റെ സ്ഥാനമാണ്. അതിനെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. അവർ പിന്നെ ബ്രഹ്മത്തെ ഭഗവാനാണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ലീനമാകും എന്ന് മനസ്സിലാക്കുന്നു. അതിനർത്ഥം ആത്മാവിനെ വിനാശിയാക്കി മാറ്റുകയാണ്. ബാബു പറയുന്നു, ഞാൻ തന്നെ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. അതിനാൽ ഒരു ശിവബാബയുടെ ജയന്തി വജ്രതുല്യമാണ്. ബാക്കി എല്ലാ ജയന്തികളും കൗടി തുല്യമാണ്. ശിവബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ആ ഒന്ന് വജ്രം പോലെയാണ്. ആ ഒന്ന് നിങ്ങളെ ഗോൾഡൻ ഏജിലേക്ക് കൊണ്ടുപോകുന്നു. ഈ നോളജ് നിങ്ങളെ ബാബ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതിലൂടെ നിങ്ങൾ ദേവി ദേവതയാകുന്നു. പിന്നെ ഈ നോളജ് പ്രായേണ ലോപിച്ചു പോകുന്നു. ഈ ലക്ഷ്മി നാരായണനിൽ രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് ഇല്ല. കുട്ടികൾ ഗീതം കേട്ടു. ശാന്തിയും സ്വസ്ഥതയുമുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നു. അതാണ് ശാന്തിധാമം. പിന്നെ സുഖധാമം. അവിടെ അകാല മൃത്യു ഇല്ല. അപ്പോൾ ബാബ ആ സുഖത്തിൻ്റെയും സ്വസ്ഥതയുടെയും ലോകത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്.
ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. രാത്രി ക്ലാസ്. ഇപ്പോൾ നിങ്ങളുടെ സൂര്യവംശിയും ചന്ദ്രവംശിയും 2 ഡിനേസ്റ്റിയും ഉണ്ടാകുന്നു. നിങ്ങൾ എത്ര അറിയുകയും പവിത്രമാവുകയും ചെയ്യുന്നുവോ അത്രയും മറ്റാർക്കും അറിയുവാൻ സാധിക്കില്ല, പവിത്രമാകുവാനും സാധിക്കില്ല. പിന്നെ ബാബ വന്നു കഴിഞ്ഞു എന്നത് കേൾക്കും. അപ്പോൾ ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. അതും നിങ്ങൾ മുന്നോട്ട് പോകവേ ഇത് കാണും. ലക്ഷങ്ങളും കോടികളും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. വായുമണ്ഡലം തന്നെ ഇങ്ങനെയാകും. അവസാന യുദ്ധത്തിൽ എല്ലാവരും ഹോപ്പ്ലെസ് ആകും. എല്ലാവർക്കും ടച്ചാകും. നിങ്ങളുടെ ശബ്ദവും ഉണ്ടാകും. സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരുടെയും മൃത്യു തയ്യാറാണ്. എന്നാൽ ആ സമയം ഇങ്ങനെയായിരിക്കും. ശ്വാസം മുട്ടുന്നതിനുള്ള സമയം പോലും അവശേഷിക്കില്ല. മുന്നോട്ട് പോകവേ ആര് ഉണ്ടായിരിക്കുമോ അവർ വളരെയധികം മനസ്സിലാക്കും. ഇവരെല്ലാവരും ആ സമയത്തുണ്ടായിരിക്കും എന്നൊന്നുമല്ല. ചിലർ മരിച്ചു പോവുകയും ചെയ്യും. കൽപ്പകൽപ്പങ്ങളിൽ ഉണ്ടായിരിക്കുന്നവർ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഒരു പിതാവിൻ്റെ തന്നെ ഓർമ്മയിലായിരിക്കും. ശബ്ദവും കുറഞ്ഞു വരും. പിന്നെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുവാൻ തുടങ്ങും. നിങ്ങളേവരും സാക്ഷിയായി നോക്കും. വളരെയധികം വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്, ലോകം ചേഞ്ച് ആകേണ്ടതുണ്ട്. വിവേകം പറയുന്നു വിനാശം ഉണ്ടാകുന്നത് ബോംബുകൾ വീഴുമ്പോഴാണ്. ഇപ്പോൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ടീഷൻ ഉണ്ടാക്കൂ, വാക്ക് തരൂ, നമ്മൾ ബോംബിടുകയില്ല എന്ന്. എന്നാൽ ഈ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വിനാശത്തിനു വേണ്ടിയാണ്. കുട്ടികളായ നിങ്ങൾക്ക് വളരെ സന്തോഷവും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം പുതിയ ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ബാബ തന്നെയാണ് പുതിയ ലോകം സ്ഥാപിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ദുഃഖത്തിൻ്റെ പേരേ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ പേര് തന്നെ പാരഡൈസ് എന്നാണ്. ഏതുപോലെ നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ അതേപോലെ മുന്നോട്ട് പോകവേ വളരെ പേർക്ക് ഉണ്ടാകും. സംഭവിക്കുന്നത് എന്താണെന്നാൽ ആർക്കാണോ അനുഭവം നേടേണ്ടത് അവർ മുന്നോട്ട് പോകവേ വളരെയധികം നേടും. അവസാന സമയത്ത് വളരെയധികം ഓർമ്മയുടെ യാത്രയിലും ഇരിക്കും. ഇപ്പോഴാണെങ്കിൽ സമയം കിടക്കുകയാണ്. പുരുഷാർത്ഥം പൂർണ്ണമായും ചെയ്തില്ലെങ്കിൽ പദവി കുറഞ്ഞു പോകും. പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ പദവിയും നല്ലത് ലഭിക്കും. ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥയും വളരെ നല്ലതായിരിക്കും. സാക്ഷാത്കാരവും കാണും. കൽപ്പകൽപ്പങ്ങളിൽ എങ്ങനെ വിനാശമുണ്ടായോ അതേപോലെ ഉണ്ടാകും. ആരിൽ നിശ്ചയമുണ്ടായിരിക്കുമോ, ചക്രത്തിൻ്റെ ജ്ഞാനം ഉണ്ടായിരിക്കുമോ അവർ സന്തോഷത്തിലിരിക്കും. ശരി, ആത്മീയ കുട്ടികൾക്ക് ഗുഡ് നൈറ്റ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഡബിൾ അഹിംസകരായി യോഗബലത്തിലൂടെ ഈ ഹെല്ലിനെ ഹെവൻ ആക്കണം. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഒരു ബാബയെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. സത്യം സത്യമായ ബ്രാഹ്മണനായി യോഗാഗ്നിയിലൂടെ വികർമ്മങ്ങളെ കത്തിക്കണം. എല്ലാവരെയും കാമചിതയിൽ നിന്നും ഇറക്കി ജ്ഞാനചിതയിൽ ഇരുത്തണം. വരദാനം: നിസ്വാർത്ഥവും നിർവികൽപ്പവുമായ സ്ഥിതിയിലൂടെ സേവനം ചെയ്യുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. സേവനത്തിൽ സഫലതയുടെ ആധാരം താങ്കളുടെ നിസ്വാർത്ഥവും നിർവികൽപ്പവുമായ സ്ഥിതിയാണ്. ഈ സ്ഥിതിയിൽ ഇരിക്കുന്നവർ സേവനം ചെയ്യവേ സ്വയവും സന്തുഷ്ടവും ഹർഷിതവുമായിരിക്കുന്നു. അവരിലൂടെ മറ്റുള്ളവരും സന്തുഷ്ടമായിരിക്കുന്നു. സേവനത്തിൽ സംഘടന ഉണ്ടായിരിക്കും. സംഘടനയിൽ ഭിന്ന ഭിന്ന കാര്യങ്ങളും ഭിന്ന ഭിന്ന വിചാരങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ അനേകതയിൽ കുഴങ്ങിപ്പോകരുത്. ആരുടേത് അംഗീകരിക്കട്ടെ, ആരുടേത് അംഗീകരിക്കേണ്ട എന്ന് ചിന്തിക്കരുത്. നിസ്വാർത്ഥവും നിർവികൽപ്പവുമായ ഭാവത്തിലൂടെ നിർണയം നടത്തൂ. അപ്പോൾ ഒരു വ്യർത്ഥ സങ്കല്പവും വരില്ല. സഫലതാമൂർത്തിയായി മാറുകയും ചെയ്യും.
സ്ലോഗൻ: ഇപ്പോൾ സകാശിലൂടെ ബുദ്ധികളെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ സേവനം ആരംഭിക്കൂ. ഓം ശാന്തി. സർവശ്രേഷ്ഠ സംഗമയുഗത്തിൻ്റെ ആദികാലമായ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭാഗ്യവിധാതാവായ ബാബ എനിക്ക് ശ്രേഷ്ഠ ഈശ്വരീയ ഭാഗ്യം നേടിത്തരുന്നതിനു വേണ്ടി സഹജമായി ഈശ്വരീയ ഖജനാവുകൾ പ്രാപ്തമാക്കിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഈശ്വര സ്നേഹത്തിൻ്റെ ഈ പ്രേരണാദായകമായ അലകൾ എന്നെ സ്പർശിക്കുന്നു. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക
സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി പ്രകാശ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ
സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.